ഈ 2026 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ ചില മുന്നണികളിലുള്ള ഘടകകക്ഷികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാഞ്ചാടാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം 2021 തെരഞ്ഞെടുപ്പിൽ UDF വിട്ടുപോയ ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. മാണി വിഭാഗം അത്ര തൃപ്തരല്ല LDF എന്ന് പൊതുവെ നമുക്കറിയാം. അതിനോടൊപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ഇടതു മുന്നണിക്ക് വലിയ തിരിച്ചടിയുണ്ടായി. അതുകൂടാതെ CPM തന്നെ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അവിടെ നിന്നാൽ രക്ഷയില്ല എന്ന് ജോസ് കെ മാണി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇനി തിരികെ വരുമോ? തിരികെ വരണമെന്ന് ജോസ് കെ മാണിക്ക് ഉദ്ദേശമുണ്ട്. പക്ഷേ അതിൽ കോട്ടയം ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കൾക്ക് എതിർപ്പുണ്ട് ഈ ജോസ് കെ മാണിയെ UDF കൊണ്ടുവരുന്നതിൽ. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മത്സരിക്കാൻ സീറ്റില്ലാതെ വരും. 1-2 സീറ്റേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ കോട്ടയം പുതുപ്പള്ളിയേ ഉള്ളൂ. പുതിയ നേതാക്കൾക്കൊന്നും അവസരം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കോട്ടയം ജില്ലയിലെ നേതാക്കൾക്കാണ് എതിർപ്പുള്ളത്. ഈ ജോസ് കെ മാണി ഇല്ലാത്ത കേരള കോൺഗ്രസ് എമ്മിനെ ചിലപ്പോൾ അവർ സ്വീകരിക്കുമായിരിക്കും. അങ്ങനെയൊന്ന് വരുമോ? അങ്ങനെ വരാനും സാധ്യതയുണ്ട്. ഇതിൽ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് നടക്കും. ജോസ് കെ മാണിക്ക് പാലാ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ UDF വരും. പക്ഷെ പാലയിൽ മാണി സി കാപ്പനുണ്ട്, മാണി സി കാപ്പനുണ്ട്, കൊടുക്കത്തില്ല. പുള്ളിയെ വേറെങ്കിലും സീറ്റ് കൊടുത്ത് അങ്ങനെ ഒതുക്കുമോ നമുക്കറിയാം. കടുത്തുരുത്തിയിൽ മോൻസ് വിട്ടുകൊടുക്കും. കടുത്തുരുത്തി ഒടുക്കലും വിട്ടുകൊടുക്കുകയില്ല. പിന്നെ വേറെ സാധ്യതയുള്ളത് ചങ്ങനാശ്ശേരിയിൽ എമ്മിൻ്റെ സീറ്റാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ട് വേണമെങ്കിൽ അവർക്കാകാം, ജോസ് കെ മാണിക്കാകാം. ഇത് സാധ്യതയുണ്ട്. ഈ ജോസ് കെ മാണി വിഭാഗം ഇങ്ങോട്ട് LDF വിടും എന്നുള്ള സൂചന എന്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്? അല്ല, അവസാനത്തെ സൂചന കഴിഞ്ഞ ആഴ്ചയിൽ LDF യോഗം തിരുവനന്തപുരത്ത് നടന്നു. അതിൽ ഇവർ പങ്കെടുത്തില്ല. അതിന് പറയുന്ന ന്യായം പെട്ടെന്നുള്ള നോട്ടീസാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അത് ശരിയാണ് തോന്നുന്നില്ല. തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും നേതാക്കളെ വിടാമായിരുന്നല്ലോ. ഏതെങ്കിലും ഒരാൾ എത്തിയാൽ മതി. ഏതെങ്കിലും ഒരു നേതാവ് ഇവിടെ ഇല്ലാതിരിക്കത്തില്ല എന്തെങ്കിലും കാര്യത്തിന്. അപ്പം ജില്ലാ നേതാക്കളെ വിട്ടാലും മതിയല്ലോ. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു സൂചന ഞാൻ മനസ്സിലാക്കുന്നത്, മുഖ്യമന്ത്രി ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത്, വിദേശത്തായിരുന്ന സമയത്ത് വന്യമൃഗ ആക്രമണത്തെ പറ്റി നിയമസഭ അടിയന്തരമായി വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞു. അതൊരു സൂചനയായിരുന്നു അന്ന്. അതൊരു 3-4 മാസമായി. എനിക്ക് തോന്നുന്നത് ഒക്ടോബറിലെല്ലാം കണ്ടായിരുന്നു. ഈ സഭ നന്നായിട്ട് ജോസ് കെ മാണിക്ക് സമ്മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. മുന്നണി വിടണമെന്നല്ലേ? മുന്നണി വിടാനായിട്ട് ഈ ബിഷപ്പ്മാർക്കൊന്നും LDF താല്പര്യമില്ല. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ബിഷപ്പുമാർക്ക് താല്പര്യമില്ലെങ്കിൽ ബിഷപ്പുമാരുടെ ഒരു ചായ്വ് ഇപ്പോൾ BJP യിലേക്കില്ലേ? അതൊക്കെ അത് താല്പര്യക്കുറവാണ്. അവർ ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ ഇരുന്ന് കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നേരത്തെ ഛത്തീസ്ഗഡിലൊരു കന്യാസ്ത്രീ പ്രശ്നം ഉണ്ടായി. അതൊക്കെ ഇവർക്ക് മനസ്സുമെടുക്കുന്ന കാര്യങ്ങളാണ്. അത് പോരെങ്കിലും മാധ്യമങ്ങൾ ഇതങ്ങ് ആഘോഷിക്കുകയാണ്. ഇത് ചെറിയ കാര്യങ്ങളെ, കേരളത്തിന് പുറത്തുള്ള ചെറിയ കാര്യങ്ങൾ അവർ പർവ്വതീകരിച്ച് കാണിക്കുന്നുണ്ട് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് എതിർപ്പ് കൂടിയേ വരുന്നത്. ഇപ്പം തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് നാഗപ്പൂരിൽ പ്രശ്നം ഉണ്ടായല്ലോ. ഇതെല്ലാം ക്രിസ്ത്യാനികളുടെ കുറച്ചെങ്കിലും ആനുകൂല്യം വരുന്നെങ്കിൽ അത് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ ക്രിസ്ത്യാനിയുടെ വോട്ട് സമ്പാദിച്ച് BJP ജയിക്കാമെന്ന് വിചാരിക്കേണ്ട ഇത്തവണ. ഈ ജോസ് കെ മാണി UDF വന്നാൽ എനിക്ക് തോന്നുന്നില്ല ജോസഫ് ഗ്രൂപ്പ് ഇതിനോട് അതൃപ്തി പ്രകടിപ്പിച്ചു. ജോസഫ് ഗ്രൂപ്പ് അതൃപ്തി പ്രകടിപ്പിക്കും. ജോസഫ് ഗ്രൂപ്പിൻ്റെ സമ്മതത്തോടെ ചേർക്കാൻ പറ്റത്തില്ല. അവരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടേ പറ്റത്തുള്ളൂ. കാരണം ജോസഫ് ഗ്രൂപ്പിൻ്റെ 9 സീറ്റുകളാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് 2021 വരെ. അതിൽ ഇത്തവണ ഒരു 4 സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെന്നാണ് പറയുന്നത്. അത് തന്നെയല്ല, മാണി വന്നാലും പ്രശ്നമുണ്ട്. ചങ്ങനാശ്ശേരി കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച് ആ ചങ്ങനാശ്ശേരി മാണിക്ക് കൊടുക്കാതെ പറ്റത്തില്ല. സിറ്റിംഗ് സീറ്റല്ലേ. പിന്നെ ഉള്ള സീറ്റ് ഇടുക്കി സിറ്റിംഗ് സീറ്റല്ലേ, അതൊക്കെ കിട്ടാതെ വരും. റോഷി അഗസ്റ്റിൻ.
അപ്പോൾ ഇതെല്ലാം പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ജോസഫ് ഗ്രൂപ്പിനൊന്നും ഈ ശക്തിയൊന്നുമില്ല. ജോസഫ് ഗ്രൂപ്പിന് ആകെ ഈ കടുത്തുരുത്തിയും പിന്നെ തൊടുപുഴയേ ഉള്ളൂ. വേറെ എങ്ങും അവർക്ക് ശക്തിയൊന്നുമില്ല. പി ജെ ജോസഫ് എന്തായാലും ഇനി അടുത്ത മത്സര രംഗത്ത് മകനെ മത്സരിപ്പിക്കുമെന്നാണ് കേൾക്കുന്നത്. അദ്ദേഹം പാർട്ടി ചെയർമാനായിട്ട് തുടരും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം പാർട്ടി ചെയർമാൻ അതിലും വലിയ എതിർപ്പുണ്ട് പാർട്ടിയിലെ ഈ സീനിയർ നേതാക്കളൊക്കെ അദ്ദേഹത്തിന്റെ മകനെ അല്ലെ മകനെ ചെയർമാൻ ആക്കിയിട്ടില്ലെങ്കിലും അടുത്ത ചെയർമാൻ പുള്ളിയായിരിക്കും. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. ഇപ്പൊ കേരള കോൺഗ്രസ് തന്നെ അങ്ങനെ മന്ത്രിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ജോസഫിന്റെ മകനായിരിക്കും. ചിലപ്പോൾ മോൻസിന് പോലും കിട്ടാതെ വരും. മോൻസാണ് സീനിയർ. പിന്നെ ഇത്രയും വർഷമായി മോൻസ് ഇപ്പം 4 തവണ MLA ആയി കഴിഞ്ഞു. 2006 തൊട്ട് തുടർച്ചയായിട്ട് 20 കൊല്ലം. അതിന് മുമ്പ് ഒരിക്കലും ജയിച്ചിട്ടുണ്ട്. 25 കൊല്ലം ഇരുന്നിട്ടുള്ള ആളാണ്. അപ്പം ഇവർക്കൊക്കെ ഉള്ളി കൊണ്ട് എതിർപ്പാണ് ഈ മകനെ കൊണ്ടുവന്നതിൽ. അപ്പോൾ അതിലും ശുഭകരമല്ല കാര്യങ്ങളൊന്നും ജോസഫ് ഗ്രൂപ്പിൽ. പക്ഷെ ജോസ് കെ മാണി ഇപ്പോൾ UDF വരുന്നതിൽ പലർക്കും അതൃപ്തിയുണ്ട്. അതൊരു ഭാഗത്തെ. LDF തുടർന്നാൽ ഇനിയിപ്പോൾ രക്ഷയില്ല എന്ന് മനസ്സിലാക്കും. ശരിയാണ്. ജഗത്താനും കടലിനും ഇടയ്ക്ക്. പക്ഷെ അപ്പം ജോസ് കെ മാണി എങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത തെളിയുന്നുണ്ട് ഇപ്പോഴല്ലെങ്കിൽ അടുത്ത ഒരു മാണി ഫസ്റ്റ് പ്രിഫറൻസ് UDF തന്നെയായിരിക്കും കൊടുക്കുന്നത്. ഇവര് അത് ജോസ് കെ മാണിയെ ഘടകകക്ഷിയായിട്ട് അംഗീകരിക്കാൻ UDFകാർ തയ്യാറായാൽ UDFിലേ വരികയുള്ളൂ. അങ്ങനെ വന്നില്ലെങ്കിൽ അടുത്ത ഒരു ചാൻസ് ഉള്ളത് NDA പോകും. എങ്ങനെയും രാജ്യസഭാ മെമ്പറാക്കും കേരളത്തിന് പുറത്തുനിന്നെങ്കിലേ. എന്നിട്ട് ജോസ് കെ മാണി കേന്ദ്രത്തിലൊരു സഹമന്ത്രിയാവും. UDF വന്നില്ലെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. അല്ല, അത് NDAക്ക് താല്പര്യം കാണും. NDAക്ക് താല്പര്യമുണ്ട്. കാരണം ക്രൈസ്തവരുടെ ഒരു ഒന്ന് അടുപ്പിച്ച് നിർത്താം ഇതിലൂടെ. പക്ഷെ ജോസ് കെ മാണിക്ക് നല്ല ഓഫർ കിട്ടിയാൽ ജോസ് കെ മാണി അങ്ങോട്ടേക്ക് പോകും. അല്ല, ആദ്യം അവർ ഇവിടെ കേരളത്തിലൊന്നും ഒരു ഷൈൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് കേരളത്തിൽ മന്ത്രിയായാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് UDF വരാനായിരിക്കും താല്പര്യം. UDF വന്നാൽ ഈ പറഞ്ഞതുപോലെ, കാരണം ഇവിടുന്ന് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയി എന്നാണ് അവരിപ്പോഴും പറയുന്നത്. അതെ അതെ അതെ. എല്ലാ ആനുകൂല്യങ്ങളും പറ്റിപ്പോയ ആളെന്നുള്ള. അതെ. എന്നിട്ട് അവര് ജോസ് കെ മാണി പറയുന്നത് ഞങ്ങളെ പുറത്താക്കിയെന്നാണ് പറയുന്നത്. പുറത്താക്കിയതൊന്നും അല്ല, അവര് തന്നെ പോയതാണ്. അച്ഛനെ അമ്മയും കൊന്നിട്ട് ഞാൻ അനാഥനാന്ന് പറയുന്നത് പോലെയേ ഉള്ളൂ ഈ ജോസ് കെ മാണിയുടെ നിലപാട്. അവര് ചോദിച്ചു വാങ്ങിയതാണ് പുറത്താക്കല്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പകുതി കാലം കഴിയുമ്പം മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മാറിക്കൊടുത്തില്ല. അതാണ് ഈ പിളർപ്പിനുള്ള കാരണം. ഇനി എനിക്ക് തോന്നുന്നു ഈ LDF വിട്ട് ജോസ് കെ മാണി വന്നാൽ കേരള കോൺഗ്രസ് പിളരാനുള്ള സാധ്യതയുണ്ട്. കാരണം റോഷി അഗസ്റ്റിൻ പിണറായിയുടെ ഗുഡ് ബുക്കിലാണ്. അതെ. എന്നാലും ജോസ് കെ മാണി ഇടുക്കി നിന്ന ഇനി ജയിക്കത്തില്ല. പുള്ളിക്കും പുള്ളിയുടെ ഭാവി നോക്കണ്ടേ. ആർക്ക്? റോഷി അഗസ്റ്റിനെ ഇടുക്കി നിന്നാൽ ജയിക്കത്തില്ല. ഇടുക്കിയിലെ ഇപ്പം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് UDF വളരെ മുന്നിലാണ്, ഉടുമ്പൻചോല ഒഴിച്ച് എല്ലാ മണ്ഡലത്തിലും. അപ്പോൾ സുരക്ഷിതമല്ല അത് ഇടുക്കിയിലെ. അത് നോക്കണ്ടേ. അതുകൊണ്ട് പുള്ളിയും ചിലപ്പോൾ പോരുമായിരിക്കും. അല്ല, ഈ NDAയിൽ ജോസ് കെ മാണി തനിച്ച് പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം UDFിലായിരിക്കും. ഇതെന്തായാലും എത്ര നാൾ ഇവർ UDF ചേരുകയോ അല്ലെങ്കിൽ കോൺഗ്രസിലോ ജോസഫ് ഗ്രൂപ്പിലോ അവർ ചേരും. ഈ മറ്റ് MLAമാരെ ഒരാൾ ഒഴിച്ച്, ഒരാൾ ചിലപ്പം മാണിയുടെ കൂടെ പോയെന്ന് വരാം. ഇത് എത്ര നാളിനകം പ്രതീക്ഷിക്കുന്നുണ്ട് ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക്? ഒരു 1.5 മാസത്തിനകം. അതായത് ഫെബ്രുവരി 15 അകം ജോസ് കെ മാണി. കാരണം അത് പിന്നെ ഈ അടുത്ത സീറ്റ് വിഭജനമൊക്കെ ആവുമല്ലോ. ഇപ്പൊ സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് മാറിയ ബുദ്ധിമുട്ടാവും. അത് ചർച്ചകൾ അകത്ത് നടക്കുന്നുണ്ടായിരിക്കും, നമുക്കത് അറിയാൻ പറ്റത്തില്ല. എന്തായാലും ജോസ് കെ മാണിക്കൊരു സ്പേസ് ഇട്ടുകൊണ്ടായിരിക്കും അവർ വിഭജനം നടത്തുന്നത്. ജോസ് കെ മാണിയെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള പലരും ഉണ്ട്. പക്ഷേ കോട്ടയം ജില്ലയിലെ നേതാക്കളാണ് സമ്മതിക്കാത്തത്. അവിടെ ഒത്തിരി നേതാക്കന്മാർ 10-40 കൊല്ലമായിട്ട് ഒരിക്കലും മത്സരിക്കാൻ അവസരം കിട്ടുന്നില്ല. ആകെ ഉമ്മൻചാണ്ടി സാറും തിരുവഞ്ചൂർ അവിടെ മത്സരിക്കാൻ
അവസരം കിട്ടിയിട്ടുള്ളൂ കോട്ടയം ജില്ലയിലെ. വേറെ ബാക്കി ഒരു നേതാവിനും ഈ MLA ആകാനായിട്ട് പറ്റിയിട്ടില്ല. അതിനൊരു അവസരം കിട്ടണമെങ്കിൽ ഈ മാണിയെ ചേർക്കാതിരിക്കേ പറ്റത്തുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.